ധർമ്മസ്ഥല കൊലപാതക പരമ്പര ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസ്ഥികൂടങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഭീമ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കിയപ്പോൾ ആദ്യമൊക്കെ വളരെ നിരാശജനകമായിട്ടുള്ള ഫലമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് ഒരുപാട് അസ്ഥികൂടങ്ങൾ കിട്ടി. ഏകദേശം 15ഓളം അസ്ഥികൂടങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. 10-20 വർഷം കൊണ്ടുള്ള കാലയളവിൽ നടന്നിട്ടുള്ള കാര്യമാണ്. നേത്രാവതി നദി പലപ്പോഴും പ്രളയക്കെടുതികളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഭൂമിയുടെ അടിയിലുള്ള കാര്യമാണ്. അത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് ഇപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ന്യൂസ് ചാനൽ 24 ന്യൂസ് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അയാൾ ഒരുപാട് പോഴത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. അയാൾ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്ര നഗരിയാണിത്. ഒരുപാട് പേര് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് മരിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത്രേ. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും മരിച്ചിട്ടുള്ള പല പെൺകുട്ടികളുടെയും അടിവസ്ത്രമൊന്നും കാണാനില്ല. സ്ത്രീകളുടെ അടിവസ്ത്രം കാണാനില്ല. അവർ മാരകമായി മുറിവേറ്റിട്ടുണ്ട്, ക്ഷതമേറ്റിട്ടുണ്ട്. അവർ വസ്ത്രങ്ങളൊന്നും ശരീരത്തിലില്ല, കൈയും കാലും കെട്ടിയിട്ടുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇപ്രകാരമൊക്കെ ചെയ്യുമോ? ആത്മഹത്യ ചെയ്യുന്നത് തന്നെ വളരെ നിരാശജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഒരാളത് ചെയ്യുന്നത്. സ്വയം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് ഇപ്രകാരം ആരും ചെയ്യില്ലല്ലോ. വസ്ത്രം മൂരിയിട്ട് ആരും മരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. മാത്രമല്ല ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അവിടെ ഒരുപാട് മൃതശരീരങ്ങൾ കുഴിച്ചിടുന്ന ഒരു പൊതു ശ്മശാനമായിരുന്നു അത്രേ. അത് തികച്ചും അസംബന്ധമാണ്. കാരണം ഫോറസ്റ്റുകാരോട് ചോദിക്കാതെ എങ്ങനെയാണ് അവിടെ വന്നിട്ട് ബോഡികൾ ഒരാൾക്ക് കുഴിച്ചിടാൻ പറ്റുക? അത് 1-2 ബോഡിയല്ല, ആയിരക്കണക്കിന് പേരുടെ ബോഡികളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കുഴിച്ചിട്ടിരിക്കുന്നത്. ഏകദേശം 20,000-ഓളം ആളുകളെ കാണാനില്ല. ഇതിൽ സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കുറേ പേരുടെ ബോഡി നേത്രാവതി നദിയിലൂടെ ഒഴുക്കി വിട്ടു എന്നാണ് കേൾക്കുന്നത്. ആ പത്മലതയുടെയൊക്കെ ബോഡി അപ്രകാരം ഒഴുക്കി വിട്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആളുകൾ മരിച്ചതിൻ്റെ ഇടയിലൂടെയാണ് അവിടുത്തെ പ്രമാണിമാരും അവരുടെ മക്കളും ഈ പറഞ്ഞിരിക്കുന്ന കൊലപാതക ബലാത്സംഗ പരമ്പരകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. അതേതായാലും ഓരോ ദിവസം കഴിയുന്തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡൻ്റ് വാക്ക് പോഴത്തരമാണ്.